എത്തിയിട്ടും കൂടെ. ഇതിന്റെ അനുബന്ധമായ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോ ഇവിഷയകമായി കാലം തന്നെ മുജാഹിദുകളോട് മധുരമായി പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കാലത്ത് ഇൻതദൂഹും എന്ന ആയത്തോതിക്കൊണ്ട് നമ്മളെ കാഫിറാക്കിയവരുടെ നേരെ ആലുവയിൽ വെച്ച് അവർ ഓതുന്ന ആയത്തോതി അവരോട് ചോദ്യം ചോദിച്ച ഒരു രംഗമുണ്ടായിരുന്നു. ഇതേ ആയത്തോതിട്ട് നമ്മൾ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ പറയുന്നത് ജിന്നുകളെ വിളിക്കാമെന്നാണല്ലോ, തന്നെ ജിന്ന് പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ സഹോദരൻ അത് വായിച്ചത്. എന്നിട്ട് ഇപ്പോൾ ജിന്നിനോട് ചോദിക്കാൻ പാടില്ല എന്ന് പണ്ട് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് ജിന്നിനെ വിളിക്കാമെന്നാണ്. ഞാൻ പറയുന്നില്ല, ഇവരുടെ മാസിക ഉദ്ധരിച്ചുകൊണ്ട് എതിർപക്ഷത്തുള്ളയാൾ, ഔദ്യോഗിക പക്ഷത്തിന്റെ മാസിക ഉദ്ധരിച്ചുകൊണ്ട് എതിർപക്ഷത്തുള്ളയാൾ വായിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇതുവരെ ഏതായത്തോതിക്കൊണ്ടാണോ ഞങ്ങളെ മുശ്രിക്കാക്കിയിരുന്നത്, അതേ ആയത്തോതിക്കൊണ്ട് കൂടെ ഇരുന്ന ആളുകൾ പറയുന്നു, നിങ്ങൾ മുശ്രിക്കായിട്ടുണ്ട്, നിങ്ങൾ മുശ്രിക്കായിട്ടുണ്ട്. കാലം മധുരമായി പകരം വീട്ടുന്നതിന്റെ നേർസാക്ഷ്യമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. ഞങ്ങളത് അപ്പൊ നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരോടാ അറിയോ? സ്വന്തം കൂടെ കിടന്ന തൗഹീദിന് വേണ്ടി വലിയ പ്രചാരണങ്ങൾ നടത്തിയ ആളുകളോട് കൂടെയുള്ളവർ പറയുന്നു, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ അതും കേൾപ്പിക്കും.